കേപ്പ് ടൗണിൽ നിന്ന് നമ്മൾ ജോർജ് ടൗണിലേക്ക് പോകുമ്പോൾ ആ വഴിക്കാണ്. അത് സാധാരണ ഈ ട്രാവലുകളിലൊന്നും നിങ്ങൾക്ക് ആർക്കും കാണാൻ കിട്ടുന്ന ഒരു കാര്യമല്ല ഞാനിനി പറയാൻ പോകുന്നത്. അവിടെ ഒരു വളരെ വലിയ പ്രശസ്തമായ കാങ്കോ കേവ്സ് എന്ന് പറയുന്ന ഒരു വലിയ ഗുഹയുണ്ട്. ഈ ഗുഹ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ഏതാണ്ട് ദ്വാരം പോലെ ഇരിക്കുന്ന ഒരെണ്ണത്തിനകത്തൂടെ ഇറങ്ങുകയാണ്. നമ്മളിവിടെ ആദ്യം അതൊരു ചെറിയ ദ്വാരത്തിലൂടെ, ഒരു ചെറിയ വഴിയിലൂടെ നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ഒരു ഗുഹയെക്കുറിച്ചുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഇരുളടഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഇങ്ങനെ ഒരു ടണൽ പോലുള്ള ഒരു ഭാഗം എന്നുള്ളൊരു ധാരണ നമുക്ക് വരുന്നത്. ഇതിൽ ആദ്യം കയറുന്നതും ഇറങ്ങുന്നതും അതിൽ നിന്ന് ഇറങ്ങി വരുന്നതും രണ്ട് വഴികളാണ്. ഈ വഴി അത് തമ്മിൽ ഏതാണ്ട് വന്ന ഒരു ഒരു 100 മീറ്ററിന് താഴെയുള്ള അകലെയുണ്ട്. ഈ എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റും തമ്മിലുള്ള വ്യത്യാസം അവിടെ വന്ന് തന്നെയാണ് ഇറങ്ങുന്നത്. ഇവിടെ നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. നല്ല വലിയ ടിക്കറ്റാണ് അതിനകത്ത് കയറാൻ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നൊന്നും ഇത് കയറുന്നവരെ നമുക്കറിയില്ല. അപ്പോൾ അതിനകത്തെ ഗൈഡുള്ളൂ. നമുക്കല്ലാതെ ഇവിടെ നമുക്ക് കൊണ്ടുപോകുമ്പോൾ ഇത് പറഞ്ഞു തരാനൊന്നും ഗൈഡുകളൊന്നും അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ഇതുപോലെ ഈ ടിക്കറ്റും ഒക്കെ എടുത്ത് നേരെ ഇതിനകത്ത് നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വാങ്ങിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് നേരെ അകത്ത് കയറി ചെന്നപ്പോഴാണ് ഒരു മായിക ലോകത്ത് ചെല്ലുന്നതായിട്ട് തോന്നിയത്. പണ്ടൊക്കെ നമ്മൾ ഈ പഴയ ഹിന്ദി സിനിമകളിലും നല്ല കളർ സിനിമകളിൽ വരുമ്പോൾ അതുപോലെ തന്നെ മലയാള സിനിമകളും നമ്മുടെ കുഞ്ചാക്കോ നിർമ്മിച്ചേക്കുന്ന സിനിമകളിലും ഒക്കെ ഈ പഴയ കൊട്ടാരങ്ങളൊക്കെ ഇങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചേക്കുന്ന ഇത് കാണാനില്ലേ. അതേപോലെ ഒരു സ്ഥലത്തേക്കാണ് ആദ്യം ഇത് ചെന്ന് കയറുന്ന ഒരു ഹാളിലേക്ക്. ആ ഹാളെന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ഒരു സ്റ്റേഡിയം പോലുള്ള ഒരു സ്ഥലമായിരുന്നു. ഇത് അനേകം നൂറ്റാണ്ടുകൾ കൊണ്ട് പ്രകൃതി സൃഷ്ടിച്ചെടുത്തേക്കുന്നതാണ്, മനുഷ്യനിർമ്മിതമല്ല. ഇതിലിങ്ങനെ വാക്സ് പോലെ ഉരുകി ഒലിച്ച് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുകയാണ്. മുകളിൽ നല്ല കാലങ്ങളായിട്ട് രൂപപ്പെട്ടേക്കുന്നതാണത്. അത് പല ആകൃതിയിൽ, പല പ്രതിമകളുടെ രൂപത്തിൽ, പല നിറങ്ങൾ, ഗോൾഡൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, വയലറ്റ് ഉണ്ട്, ഇതുപോലുള്ള പല കളറിൽ ആണ് ഇതേപോലെ പ്രകൃതി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയേക്കാണിത്. വാക്സ് ഉരുവിയിരിക്കുന്നത് പോലെ ഉരുകി ഒലിച്ച് ഇങ്ങനെ വന്ന് കട്ടിയായി നിൽക്കുകയാണ് അത് മുഴുവൻ. അത് നല്ല വലിയ മേൽക്കൂരയൊക്കെയാണത്. അത് ഭൂമിക്ക് അടിയിൽ ആണ് ഈ സംഭവം. ഇത് നമുക്ക് ഒരിക്കലും ഭൂമിക്ക് അടിയിലാണെന്ന് ഇത് നമുക്ക് തോന്നുന്നതുമല്ല. ഞങ്ങളോടൊപ്പം അവിടെ അതിനകത്ത് വന്ന ഗൈഡ്, അതിനകത്ത് ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാം കൂടെ ഒരു 10-20 പേരുണ്ട് ആളുകൾ, ഇതേപോലുള്ള സഞ്ചാരികളാണ്. അവർ എല്ലാം ഇത് നോക്കിക്കാണാൻ ഒരു മായിക ലോകമാണ്. ചുണ്ണാമ്പ് കല്ലുകളാണ് അത്. ഇത്രയും നൂറ്റാണ്ടുകളോളം പഴക്കമുള്ളത്. ഏതാണ്ട് 1.5 ലക്ഷം വർഷങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇതിന്. കേട്ടോ, കാണും. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം അതിങ്ങനെ വർഷങ്ങളോളം വർഷങ്ങൾ കഴിയുമ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണത്, അല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അത് ഈ പല പ്രതിമകൾ പോലുള്ള രൂപങ്ങളൊക്കെ അങ്ങ് തന്നെ രൂപപ്പെട്ടേക്കാണ്. അപ്പം നമുക്ക് ഇതൊന്നും യഥാർത്ഥം മനുഷ്യൻ നിർമ്മിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളല്ല. അതിനകത്തൊന്നും അവർ ചെയ്യുന്നില്ല കേട്ടോ. അവരുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം കരുതലോടുകൂടി, അത്ര വാല്യൂ കൊടുത്ത്, വേൾഡ് ഹെറിറ്റേജ് ആണത്. അത് നോക്കി നടത്തുന്ന ഒരു സംഭവമാണ് ഇതിനകത്ത്. ഇത് 1880 ഇവരുടെ ദേശീയ സ്മാരകമായിട്ട് അവർ പ്രഖ്യാപിച്ചതാണ് സൗത്ത് ആഫ്രിക്കയുടെ. അതിന് അത്രത്തോളം സഞ്ചാരികളുണ്ട് അവിടെ വരാൻ. കാരണം ഇതിനകത്ത് ചിലരും ഒക്കെ ഓരോ ലേഖനങ്ങളിലൊക്കെ പറയും ഇത് ഒരു 60 മിനിറ്റെങ്കിലും വേണം ഇത് നടക്കാൻ. 60 മിനിറ്റ് കൊണ്ടൊന്നും ഇതിനകത്ത് കയറി വരാൻ പറ്റത്തില്ല. ഒരു 3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് ചിലവാക്കിയാൽ അതിനകത്ത് നമുക്ക് നടക്കാൻ മാത്രം ഒരു 1 മണിക്കൂർ വേണം. 1 അവർ വാക്കുണ്ട്. ഇവിടുന്ന് കയറുന്നിടത്തുനിന്ന് തിരിച്ചിറങ്ങി വരുന്നവരെ 1 മണിക്കൂർ നടക്കാനുണ്ട്. ഈ കാഴ്ചകളും കൂടെ നമുക്ക് കണ്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3-3.5 മണിക്കൂർ വേണം. അവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. പക്ഷെ എല്ലാവരും പോകുമ്പോൾ ഈ ഗൈഡ് ഉള്ളതുകൊണ്ട് ഒന്നിച്ച് അവരുടെ കൂടെ പോകാറുണ്ടെന്നുള്ളേ ഉള്ളൂ. പിന്നെ അടുത്ത ബാച്ചിനെ കൊണ്ടുപോകണമല്ലോ. അപ്പം ഇത് അവിടെ ഓരോ മണിയറ പോലുള്ള ഒരു റൂം ഇതിൻ്റെ കൂടെ ഉണ്ട്. അതൊക്കെ പണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന മുറികളായിരിക്കും. അവിടെ ഈ മണിയറ കണ്ടപ്പോൾ ഗൈഡിന് ഞാൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ സന്ദർശിക്കുന്നത്. ഇതേതോ ഒരു വലിയ ആളാണ് എന്നുള്ളത് അയാൾക്ക് അറിയാം. അപ്പോൾ ഇന്നാരാന്നൊന്നും ഞാൻ അയാളടുത്ത് പറയാൻ പോയിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടുമില്ല.
അപ്പോൾ ഞങ്ങളിങ്ങനെ പോയപ്പോൾ അയാൾ ഈ മണിയറ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മണിയറയിൽ ഇതിനകത്ത് ദാണ്ട അവിടെ ഒരു പീഠമുണ്ട്, അതിനകത്ത് കയറി ഇരുത്താൻ, ഒരു സിംഹാസനം പോലാണ്. അത് നാച്ചുറലി ഫോംഡാണ്. അതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ രാജാവിൻ്റെ എല്ലാം അധികാരങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ രാജ്ഞിമാരെയും ഒരുപാട് പേരെ കിട്ടുമെന്ന് ഇയാൾ പറഞ്ഞു. അപ്പം ഞാൻ അയാളടുത്ത് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞത്, കടുവയെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്ന് ചോദിച്ച്. കേട്ടോ, കടുവ എന്ന് പറയുന്ന ആൾക്ക് ഒരു ഭാര്യയുള്ളൂ, ഒരു കടുവയ്ക്ക് അതേ കാണുള്ളൂ. അതായത് ഈ വൺ വുമൺ വൺ മാൻ, അതാണ് കടുവ. കടുവയുടെ പ്രത്യേകത അത് അത്രയും മജസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവി എന്ന് പറയുന്ന കടുവയാണ്, നമ്മുടെ ദേശീയ മൃഗം. ഈ കടുവ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആ ഫാമിലി പെട്ടതാണ് കേട്ടോ, അതുകൊണ്ട് വേറെ വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് പോയതാണ്. ഒരു രസകരമായ കാര്യം. പിന്നെ ഏതാണ്ട് ഈ തലയോട്ടി ചേംബർ എന്നറിയപ്പെടുന്ന പറഞ്ഞ സ്കള്ളിന്റെ ഷേപ്പിലുള്ള ഒരു ചേംബറുണ്ട്. അതെല്ലാം നാച്ചുറലി ഫോംഡാണ്. ഇത് ആരും ആ തുരന്നെടുത്തേക്കുന്നതൊന്നുമല്ല, അത് കാർവ് ചെയ്തേക്കുന്ന ഒരു പണി അവിടെ നടത്തിയിട്ടില്ല, ഒന്നുമില്ല. ഇതിന് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് ചില സ്ഥലങ്ങളിൽ നമുക്ക് നടന്നങ്ങോട്ട് പോകാം. ചില ഒരു ഞാൻ പറഞ്ഞില്ല, ഈ ഹാൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റേഡിയം പോലെയാണ്. അത് വലിയൊരു നൃത്ത മണ്ഡപം പോലൊക്കെ നമുക്ക് തോന്നും. പഴയ നമുക്ക് ഒരുപാട് ഭാവനകൾ അങ്ങ് വന്നു പോകും ഇത് കാണുമ്പോൾ. അത് ഒരു കാണേണ്ട കാഴ്ചയാണ്. ഇതിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചിലയിടത്ത് അങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറിയ പാലം പോലുള്ള അതിൽ കൂടെ കയറി അപ്പുറത്ത് വേണം ചെന്ന് ഇറങ്ങാൻ, ഇതിനെ കണക്ട് ചെയ്തേക്കുന്നത്. അടുത്തത് അവിടെയൊക്കെ ചിലപ്പോൾ സ്റ്റെപ്പൊക്കെ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് നടക്കാനൊക്കെ, ചിലയിടത്ത് പറ്റുന്നിടത്ത്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ളിടത്ത് നമുക്ക് ചിലപ്പം വളരെ കുനിഞ്ഞ്, അതായത് ഏതാണ്ട് നിലം തൊടുന്ന വിധത്തിൽ കുനിഞ്ഞ് വേണം അപ്പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് ഇറങ്ങാം. നമ്മളങ്ങ് ഇറങ്ങിപ്പോവും, കാരണം കാഴ്ചയുള്ളത് അതുപോലാണ് അടുത്തത് കാണാൻ. ഈ രീതിയിൽ അങ്ങനെ നമ്മൾ ചിലപ്പം വളരെ ഊടുവഴി പോലുള്ളതൂടെ നമുക്ക് വരും, നമുക്ക് നടക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതിന് പേടിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ട് വന്നേക്കാം. പക്ഷേ നമുക്കൊന്നും അങ്ങനെ വരത്തില്ല, സുഖമായിട്ട് നടന്നു പോവാം, അതിനകത്തോട് നടക്കാം. കുറച്ച് റിസ്ക് ഉണ്ട്, കാരണം ഇത് നമ്മൾ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ, പക്ഷെ കണ്ടു പോകുമ്പോൾ ഇതൊന്നും കുഴപ്പമില്ല, നടന്നു പോകും. നമുക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല, ആ രീതിയിൽ ഉള്ള കാഴ്ചകൾ ആദ്യം കാണുന്നുണ്ട്. ഇത്രയും നല്ല ഒരു കാഴ്ച ഞാൻ വേറെ കണ്ടിട്ടില്ല. ഞാൻ ഇത്രയും സഞ്ചരിച്ചെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഞാൻ പോയി ലോകത്ത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ കാങ്കോ കേവ്സിലുള്ളതുപോലുള്ള ഈ രൂപങ്ങൾ, ഈ വർണ്ണങ്ങൾ, ഈ പ്രകൃതിയുടെ ഈ നിർമ്മിതി, ഇങ്ങനെയുള്ള ഒരു സാധനം ഞാൻ വേറെ കണ്ടിട്ടില്ല. വേറെ ഇതിനെ അടുത്ത് തത്തുല്യമായിട്ട് കാണാൻ ഇടയായിട്ടുള്ള ഒരിക്കൽ അത് ഞാൻ പിന്നെ പറയാം. എന്നാലും എനിക്ക് തോന്നുന്നു ഈജിപ്തിലൂടെ പോയപ്പോൾ, അതായത് ഈ ഇസ്രായേലിൽ നിന്ന് പാസ് ചെയ്ത് ഈജിപ്തിലൂടെ കെയ്റോയിലേക്ക് പോയപ്പോൾ ഉള്ള യാത്ര, അന്ന് ആ റോഡിന്റെ വശങ്ങളിൽ ഇതുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന ചില കാഴ്ചകൾ കണ്ടു. കാരണം അത് പ്രകൃതി, പണ്ട് കടലായിരുന്നു അവിടെയൊക്കെ, അത് രൂപാന്തരപ്പെട്ടേക്കുന്ന, അത് ഈ ചുണ്ണാമ്പ് കല്ലാണ്, അതും രൂപാന്തരപ്പെട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിനടുത്ത് അതൊന്നുമല്ല കാരണം ഇത് ഒരു കാണേണ്ട ഒരു സംഭവമാണ്. ഇത് നമുക്ക് പോയി കണ്ടേ പറ്റും. അവിടെ പോകുന്നവര് നിർബന്ധമായിട്ടും ഈ കാങ്കോ കേവ്സ് കാണണം. പിന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ വേറെ ഒരു സംഭവം ഉണ്ട്. അവിടെ ഈ അമർല എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട്, നല്ലൊരു പഴമാണത് കേട്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴമാണ്. ഇത് നമുക്ക് ഈ ആനയൊക്കെ വന്നിട്ടുണ്ടല്ലോ, ആനയും അവിടുത്തെ ജീവികളും ഒക്കെ വന്നിട്ട് ഈ മരത്തിൽ ഇങ്ങനെ നിറച്ചിങ്ങനെ നിൽക്കുകയാണ്. യെല്ലോ കളറിലുള്ള ഫ്രൂട്ടാണ്. അതിൽ ഈ ആന വന്ന് ഇതിൻ്റെ മസ്തകം കൊണ്ട് ഇതിങ്ങനെ ഇടിക്കും ഈ മരം കുലുക്കാനാണ്, കാരണം ഇതിന് കയറി പറിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഈ ഫ്രൂട്ട്സ് പൊഴിഞ്ഞു വീഴും. അപ്പൊ ഈ ആനയും അവിടെ ഉള്ള മറ്റ് മൃഗങ്ങളെല്ലാം, സീബ്രയും അതുപോലുള്ള എല്ലാ മൃഗങ്ങളും വന്ന് ഇതെടുത്ത് തിന്നും. ഇതിന് ഒരു തകരാറുണ്ട്, അതായത് ഇത് ഭയങ്കര ഇൻടോക്സിക്കേഷൻ ഉള്ളതാണ്, ലിക്കർ കഴിക്കുന്നത് പോലാണ്. ഇത് കഴിച്ചിട്ട് ഇതിങ്ങനെ ആടി 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 ഇങ്ങനെ പോവും അവിടുത്തെ ഈ വന്യമൃഗങ്ങൾ. അതിനും അപ്പൊ ഇത് മനുഷ്യര് മാത്രമല്ല, ഈ ഇൻടോക്സിക്കേഷൻ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങൾക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. ആ അമർലയിൽ നിന്ന് എടുത്തേക്കുന്ന അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ലിക്കറുണ്ട്, അമർല എന്നോ, അതിൻ്റെ അമർല എന്നാണ് അതിൻ്റെ പേര്. അമർല എന്ന് പറഞ്ഞ എന്തോ ഉള്ള ലിക്കറുണ്ട്. ഇത് അവിടെ ഉള്ള ഇതിൻ്റെ ഉണ്ട്. അതൊരു വൈറ്റ് ക്രീം മോഡലും അല്ലാതെ ലിക്വിഡായിട്ടും ഉള്ളതുണ്ട്. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ, അത് പറഞ്ഞുതരാൻ അറിഞ്ഞൂടാ. പക്ഷേ ഇത് അവിടെ അവൈലബിൾ ആണ്.
ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടും, അവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കിട്ടും. ഇത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അത് ഈ മരത്തിലെ ഈ ഫ്രൂട്ടിൽ നിന്നുണ്ടാക്കി എടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് കൂടാതെ പിന്നുള്ള അവിടുത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വൈനറി, വിനിയാർഡ്, വൈനിയാർഡ് എന്ന് നമ്മൾ പറയുന്നത് വിനിയാർഡ് എന്നാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. വിനിയാർഡ് എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അതായത് ഈ കോണിയാക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മുന്തിരി. അതൊരു പ്രത്യേക കുറ്റിച്ചെടിയാണ്. അതിങ്ങനെ ചെറിയ കുറ്റികളായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ, അല്ലാതെ ഈ വള്ളിപ്പടർപ്പൊന്നും അല്ലത്. അതിങ്ങനെ കുറ്റിയിൽ തന്നെ ഇങ്ങനെ നിന്ന് അതിൽ നിന്ന് മുളച്ച് അതിൽ നിന്ന് കിളിർത്ത് വരുന്നതിനകത്ത് ഈ നിറച്ച് മുന്തിരിങ്ങ പിടിച്ച് കിടക്കാം കേട്ടോ. അത് അങ്ങനെയുള്ള തോട്ടങ്ങളാണ് നമ്മൾ ഈ കേപ്പ് ടൗണിൽ നിന്ന് ജോർജ് ടൗണിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഇതാണ്. ജോർജ് ടൗണിൽ ഏറ്റവും കൂടുതലുള്ളത് വിനിയാർഡുകൾ ധാരാളം ഉള്ളതാണ്. അത് അവിടെ ഈ വൈറ്റ് വൈനും ഉണ്ട്, റെഡ് വൈനും ഉണ്ട്. വൈറ്റ് വൈനും റെഡ് വൈനും, അത് അവിടെ വൈറ്റ് വൈൻ എന്ന് പറയുന്ന സാധനം റെഡ് വൈൻ ആദ്യം കഴിക്കണമെന്നുണ്ടെങ്കിൽ അതിനൂടെ ചീസാണ് കഴിക്കുന്നത്. ഇതിൻ്റെ കോമ്പിനേഷനൊക്കെ ഇത് അവർ പറഞ്ഞുതരും നമുക്ക്, ഗൈഡ്. ഇത് ചീസാണ്. ആ ചീസ് എടുത്ത് കഴിക്കുക, ഈ വൈൻ എടുത്ത് കുടിക്കുക. അതാണ് അത്. ആ വൈൻ എന്നൊക്കെ പറയുന്ന ഏതാണ്ട് ഒരു 16 or 18 വെറൈറ്റീസ് ആണ് ഉള്ളത്. ഇത് ഭംഗിയായിട്ട് അങ്ങ് രുചിക്കാൻ പോകുന്നവർ നല്ല ബോധത്തിൽ ഇങ്ങനെ തിരിച്ചിറങ്ങത്തില്ല. അതിന് വലിയ ടിക്കറ്റ് കൊടുക്കണം, എന്നാലേ അതിനകത്ത് ഇതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ അതിനെതിർവശത്തുള്ള ഭാഗത്ത് വൈറ്റ് വൈനുണ്ട്. അത് വൈറ്റ് വൈനുള്ള മുന്തിരിങ്ങ അത് വേറെയാണ്, അത് പച്ച മുന്തിരിങ്ങ എന്ന് എടുക്കുന്നതാണ്. ഈ വൈറ്റ് വൈനിന് കൂടെ കഴിക്കുന്നത് ഒലിവാണ്. ഒലിവ് എടുത്ത് കഴിക്കുക, വൈറ്റ് വൈൻ ഇതേപോലെ കഴിക്കുക. ഇത് രണ്ടും കൂടെ നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നല്ല കുടിക്കുന്നവന്മാർക്കാണെങ്കിൽ പറ്റും, അല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അത് ഈ വൈറ്റ് വൈനും ഒലിവും. അപ്പൊ ഒലിവ് മരം, ഈ ഒലിവ് നമുക്ക് ഇങ്ങനെ ഒരു പ്രിസർവ് ചെയ്ത ഒലിവ് എന്ന് പറയുന്നത് നല്ലതാണ് തിന്നാൻ, നമുക്ക് ഇഷ്ടപ്പെടും. അതിനകത്ത് ചെറിയ ഉപ്പുണ്ട്, അത് തിന്നുമ്പോൾ നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചെന്ന് അന്നേരം ഒലിവ് ഇങ്ങനെ പിടിച്ചു കിടക്കുന്നു. റോഡ് സൈഡിലെ ഇഷ്ടം പോലെ ഒലിവ് മരങ്ങളാണ്, അത് നിറച്ച് കൊല കുത്തി കാഴ്ച കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്ന് പറഞ്ഞാൽ പറിച്ച് തിന്നാം എന്ന് വിചാരിച്ചാൽ അത് പറിക്കുന്നതിനൊന്നും അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, റോഡ് സൈഡിൽ വെറുതെ നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം പറിച്ചെന്ന് കടിച്ചു നോക്കി. എന്ത് ചവർപ്പെന്ന് പറയുന്ന വൃത്തികെട്ട ടേസ്റ്റ്. പിന്നെ ആ നാക്ക് മുഴുവൻ നാശമായി, ഇതൊന്ന് കടിച്ചുപോയി. അത് അത്ര വൃത്തികേടാണ്. ഇത് നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇത് ആ രീതിയിൽ അത് പ്രിസർവ് ചെയ്തെടുത്താണ് നമുക്ക് ഈ ഒലിവായിട്ട് കിട്ടുന്നത്. അങ്ങനെ ഇത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ കുരുവിനകത്തുനിന്ന് ഒലിവ് ഓയിൽ, പിന്നെ അവിടെ ഏറ്റവും അത്രയും ഒലിവുള്ള ഒരു സ്ഥലവും വേറെ നമുക്ക് കാണാൻ കിട്ടത്തില്ല. അതുപോലാണ് ആറച്ച് നിൽക്കുകയാണ്. അത് ഒരു രസകരമായ യാത്രയാണ്. ഇനി ബാക്കിയുള്ളത് തുടർന്ന് പിന്നെ പറയാം. ഓക്കെ.